ബുധനാഴ്ചത്തെ പ്രൊമോയിൽ അനീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റായി എന്നൊരു സംശയമുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാ ദിവസവും പ്രൊമോ അപ്ഡേറ്റ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബുധനാഴ്ചത്തെ പ്രൊമോയിൽ എല്ലാവരും തന്നെ വീട്ടിലുള്ള എല്ലാവരും തന്നെ ചങ്കുപൊട്ടി കരയുന്നുണ്ട്, ഭയങ്കര വിഷമിക്കുന്നുണ്ട്. രേണുസുതി, രന ഫാത്തിമ, അനിമോൾ എല്ലാവരും കരയുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ബിഗ് ബോസ് വീടിനും വീട്ടിലെ മത്സരാർത്ഥികൾക്കും വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾ വേണം പണിപ്പുരയിലെ 3ാം ടാസ്കിലേക്ക് പ്രവേശിക്കാനെന്ന്. എല്ലാം ത്യജിക്കാൻ എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരു എവിക്ഷൻ വരെ ത്യജിക്കേണ്ടി വന്നേക്കാം. അതായത് ആ ഒരു വീട്ടിൽ നിൽക്കാൻ വരെ സാധിച്ചേക്കില്ല ആ ഒരു ഗെയിം തോക്കുകയാണെങ്കിൽ. അപ്പോൾ അതിന് പോയിട്ടുണ്ടാവുക മിക്കവാറും അനീഷ് തന്നെ ആയിരിക്കണം. കാരണം ആ ഒരു പ്രൊമോയ്ക്കകത്ത് അനീഷിനെ മാത്രം കാണിക്കത്തില്ല, ബാക്കി എല്ലാ മത്സരാർത്ഥികളെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് ആയിരിക്കണം പണിപ്പുരയിൽ കയറിയതും ആ ഒരു ടാസ്ക് ഒരു പക്ഷേ ഫെയിലായിട്ടുണ്ടാവും. ഫെയിലായതിൻ്റെ പേരിൽ തന്നെ ബിഗ് ബോസിൽ ഒരു സ്പോട്ട് എവിക്ഷൻ നടക്കുന്നതായിട്ട് അവരെ അറിയിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ സീക്രട്ട് റൂമിലേക്ക് മറ്റോ മാറ്റിയേക്കാം. ഒരു എവിക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊന്നും അറിയത്തില്ല, കൺഫേംഡ് അല്ല ഒന്നും. എനിക്കിങ്ങനെയാണ് തോന്നുന്നത്. കാരണം ബാക്കി എല്ലാവരുടെയും ഒരു സങ്കടപ്പെട്ടിരിക്കുന്നതും കരയുന്നതുമായിട്ടുള്ള മുഖം പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ അനീഷ് മാത്രം ഒരു പ്രൊമോയ്ക്കകത്ത് ഒന്നുമില്ല. ഷാനവാസ് കൈവച്ചിരിക്കുന്നുണ്ട്, റേനുസുതി കരയുന്നുണ്ട്, രന ഫാത്തിമ കരയുന്നുണ്ട്, അനിമോൾ, ബിന്നി എല്ലാവരും തന്നെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. പക്ഷേ അനീഷ് മാത്രം പ്രൊമോയ്ക്കകത്തില്ല. എന്താണ് നമുക്ക് കണ്ടതിനെ അറിയാം. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.